ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഉലുവലേഹം ഉണ്ടാക്കാം കേട്ടോ. മെയിനായിട്ട് 3 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിന് വേണ്ടുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം വേണ്ടത് 100 ഗ്രാം ഉലുവയാണ്. അത് ഞാൻ കുറച്ച് വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് കൂടുതൽ വെള്ളം ഒഴിക്കണേ, കാരണം ഇത് നന്നായി ഡബിൾ സൈസ് ആവും, അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇത് മിനിമം 8 മണിക്കൂറെങ്കിലും കുതിർക്കാൻ വെക്കണം കേട്ടോ. ഇനി നമുക്കിത് കുക്കറിൽ വേവിക്കാൻ വെക്കാം. ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. മെയിനായിട്ട് നമ്മൾ 3 വിസിൽ മതിയാവും കേട്ടോ. അപ്പോഴേക്കും ഇത് വെന്ത് വരും. ഇനി ഇത് നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം. ഓക്കെ, സോ ഞാനിപ്പോൾ കുക്കറിൻ്റെ വെയിറ്റൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതാ ഇതുപോലെ ആയിരിക്കണം കേട്ടോ. സെപ്പറേറ്റായിട്ട് നമുക്ക് ഉലുവ ഇങ്ങനെ കിട്ടും. ഇതിപ്പോൾ നന്നായി വെന്തിട്ടുണ്ട്. ഇത് കുറച്ചും കൂടി ഒന്ന് കൂളായിട്ട് നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം. ഓക്കെ, ഉലുവ കൂളാവുന്ന നേരം കൊണ്ട് നമുക്ക് നാളികേരപ്പാൽ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 1.5 കപ്പ് ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. എൻ്റെ അത് ഫ്രോസൺ ആണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, ഞാൻ 2 കപ്പ് വെള്ളമാണ് കേട്ടോ ഇടുന്നത്. ഇതൊരു ഈസി ഉലുവലേഹമാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് പാലും സെക്കൻഡ് പാലും എടുക്കുന്നില്ല, എല്ലാം കൂടി ഒരു പാലേ എടുക്കുന്നുള്ളൂ. അപ്പോൾ 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇത് നന്നായി അരിച്ചെടുക്കാം. സോ ഇത്രയും എനിക്ക് പാല് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി വേണ്ടത് ശർക്കരയാണ് കേട്ടോ. ശർക്കര ഞാനൊരു 450 ഗ്രാം എടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ 2 കപ്പ് വെള്ളത്തിൽ ശർക്കര മെൽറ്റ് ചെയ്തിട്ട് ശർക്കര പാനി ആക്കിയെടുക്കുക. എന്നിട്ട് നന്നായി അരിച്ചെടുക്കണം കേട്ടോ. ഞാൻ എന്നിട്ട് അതൊരു ബോളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇപ്പോൾ ഇതെല്ലാം ഞാൻ ചെയ്യണത് ഉലുവ ആവുന്ന സമയത്താണ് കേട്ടോ. ഈ തേങ്ങ അരച്ച മിക്സിയിൽ തന്നെയാണ് കേട്ടോ ഞാൻ ഉലുവ ഇടുന്നത്. ഉലുവ നിങ്ങൾക്ക് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ഇത് അടിച്ചെടുക്കണം കേട്ടോ. നന്നായി അടിച്ചെടുക്കണം. നിങ്ങൾക്ക് ഇതിൽ വെള്ളം വെള്ളത്തിന് പകരം നമ്മൾ മാറ്റി വെച്ച തേങ്ങാപ്പാൽ 2 ടേബിൾ സ്പൂൺ ഇട്ടിട്ട് ഇങ്ങനെ അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ അടിച്ചെടുക്കണം കേട്ടോ. ഞാൻ നന്നായി ഇപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കാം കേട്ടോ. പാൻ ചൂടാക്കിയിട്ട് നമ്മൾ ഉലുവ അടിച്ചു വെച്ച ഉലുവ ഉണ്ടല്ലോ, അത് കുറച്ചായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് നമ്മൾ ശർക്കര പാനിയില്ല അതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് മീഡിയം ഫ്ലെയിമിൽ ഇങ്ങനെ കുറുക്കിയെടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുക കേട്ടോ. നെയ്യ് ഇട്ടിട്ട് ഒന്നും കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച തേങ്ങാപ്പാലുണ്ടല്ലോ, അത് 2 കപ്പ് കൂടി ഉള്ളത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഇതിങ്ങനെ വരട്ടി എടുക്കണം കേട്ടോ. സോ ഇതൊന്നും കൂടി നമ്മളിങ്ങനെ വരട്ടിയെടുക്കാം കേട്ടോ. നെയ്യ് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഇടാം. എനിക്ക് നെയ്യുടെ ടേസ്റ്റ് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഒരുപാട് ഇടാത്തത്. അപ്പോൾ ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് ഇതിങ്ങനെ സെപ്പറേറ്റായിട്ട് വരണം. ലാസ്റ്റ് ഇതിങ്ങനെ പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരും. അതാണ് ഇതിൻ്റെ പാകം. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഒരു പാത്രത്തിൽ എണ്ണയോ നെയ്യോ തടവിയിട്ട് ഇത് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് തണുത്തതിന് ശേഷം ഇന്ന് ഡീമോൾഡ് ചെയ്തെടുക്കുക. അപ്പം നമ്മൾ രുചിയേറും ഉലുവലേഹം റെഡിയായി. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണേ. സോ അടുത്ത വീഡിയോയുമായി ഞാൻ വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ് ഷാലീസ് കിച്ചൺ. ബൈ.